ജയിൽ ഡിഐജി എം.കെ. വിനോദ് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച വിജിലൻസ് മേധാവി. വകുപ്പുതല നടപടിക്കാണ് വിജിലൻസ് മേധാവിയുടെ ശുപാർശ. വിനോദ് കുമാറിന്റെ ബന്ധുക്കളെക്കുറിച്ചും അന്വേഷിക്കും. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുൾപ്പെടെ വിനോദ് കുമാർ സഹായം നൽകിയിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ടി.പി. കേസിലടക്കം പ്രതികൾക്ക് സഹായം നൽകി. അത് മാത്രമല്ല, കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു. ഇതിൽ ഈ ബന്ധുക്കളിലേക്കടക്കം അന്വേഷണം നീളുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ജയിൽ ഡിഐജി വിനോദ് കുമാറിന്റെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കുമൊക്കെ അന്വേഷണം നീളുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ തന്നെ വിയൂർ സെൻട്രൽ ജയിലിലുള്ള ഒരു ഇടനിലക്കാരൻ മുഖാന്തരമാണ് ഈ പറയുന്ന പണമിടപാടുകളൊക്കെ നടന്നത് എന്നുള്ള കാര്യം ഈ വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് വിജിലൻസ് സംഘം തയ്യാറാവുന്നത്. അതോടൊപ്പം തന്നെയാണ് വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേടാണ് നടത്തിയത്. കാരണം ടി.പി. കേസിലെ പ്രതികൾക്കുൾപ്പെടെ നിയമവിരുദ്ധമായിട്ടുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ ചെയ്ത് നൽകി പരോൾ നൽകുന്നതിലുൾപ്പെടെയുള്ള നടപടികളിൽ ഈ ഡിഐജി വിനോദ് കുമാർ ക്രമവിരുദ്ധമായി ഇടപെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതും പണം കൈപ്പറ്റിക്കൊണ്ട് 1,80,000 രൂപയാണ് ഇത്തരത്തിൽ ഗൂഗിൾ പേ വഴി കണ്ടെത്തിയത് എന്നുള്ള അല്ലെങ്കിൽ കൈമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗുരുതരമായ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഒരിക്കലും ഈ പറയുന്ന ജയിൽ വകുപ്പിനകത്ത് തുടരാൻ വേണ്ടി അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വകുപ്പ് തല നടപടിയാണ് ഇപ്പോൾ പ്രാഥമികമായി വിജിലൻസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീളുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ലഭിക്കാനുള്ള സാധ്യത കൂടി വിജിലൻസ് സംഘം കാണുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പണമിടപാടുകൾ ഈ പറയുന്ന വിനോദ് കുമാർ മാത്രമായി നടത്താൻ വേണ്ടി സാധ്യതയില്ല. ഒരുപക്ഷെ ഇത്രയും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് നൽകുമ്പോൾ സ്വാഭാവികമായും വലിയ തുക ഉൾപ്പെടെ ലഭിക്കാനുള്ള അല്ലെങ്കിൽ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പണം എന്നതിലുപരിയായി മറ്റ് സാധനങ്ങളായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെ വിജിലൻസ് സംഘം പരിശോധിക്കുന്നുണ്ട്. അത്രയും വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ തീരുമാനമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. കാരണം ഗുരുതരമായി ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ, അതും സർക്കാരിന്റെ തന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജയിൽ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഡിഐജി വിനോദ് കുമാർ നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഈ ക്രമക്കേടുകളെ വെച്ചുപുറപ്പിക്കാൻ ഇനി എന്തായാലും സർക്കാർ തുനിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും ഒരു ഉടൻ നടപടി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വകുപ്പ് തല നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് മേധാവിയുടെ ശുപാർശയും അത് തന്നെയാണ്. വിവരങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്.